പാട്ടുകളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ആലാപന മാതിരി കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ ആനന്ദത്തിന്റെയും ഭക്തിയുടെയും നിറവിലേക്ക് ഉയർത്തുന്ന ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ടു ഹോളി ബീറ്റ്സ് സീസൺ 17. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം. ഉണരുമീ ആത്മതാപം അറിയുമെന്നീശുനാഥ. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ? മനമേ നിന്നെ പരമോന്നത പരിപാലിക്കുന്നതിനെ. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ആദ്യം പാടാനെത്തുന്നത് അലൻ ഷിജുവാണ്. അലൻ ഷിജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹായ് അലൻ. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട്. അലൻ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ ഇതിനു മുന്നേ ഒരുപാട് തവണ പാടിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇന്ന് ഏത് പാട്ടായിട്ട് എവിടെ എത്തിയിരിക്കുന്നത്? ഞാനിവിടെ ആരാധനയുടെ നിമിഷം എന്ന് പറയും. പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, ഹൃദയങ്ങൾ അസ്വസ്ഥമാകുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലിരുന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ആശ്വാസമേകുന്ന ഒരു ഗാനമാണിത്. ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം. യേശുനാഥനെഴും നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം. ഈ നിമിഷം ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം. യേശുനാഥനെഴും നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം. ഈ നിമിഷം കാൽവരിയിൽ തൻ്റെ ജീവനെനിക്കായി ഏകിയ സ്നേഹമവൻ. കാൽവരിയിൽ തൻ്റെ ജീവനെനിക്കായി ഏകിയ സ്നേഹമവൻ. ആശ്വാസമേകുവാനെന്നെ തലോടുവാനണയും ഈ നിമിഷം. ആശ്വാസമേകുവാനെന്നെ തലോടുവാനണയും ഈ നിമിഷം. ആരാധനയുടെ നിമിഷം, ഹൃദയങ്ങളൊന്നാവും നിമിഷം. യേശുനാഥനെഴും നള്ളും നിമിഷം, എന്നുള്ളം തലോടുന്ന നിമിഷം. ഈ നിമിഷം
ഈ നിമിഷം. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു ഗായികയാണ്. ലെറ്റ്സ് വെൽക്കം ബിൻഹ റോസ്. ഹായ് ബിൻഹ. ഹായ്. ബിൻഹ ഒരുപാട് തവണ നമ്മുടെ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ വീണ്ടും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഏത് പാട്ടായിട്ടാണ് ബിൻഹ എത്തിയിരിക്കുന്നത്? ഇന്ന് ഉണരുമീ ആത്മതാപം എന്ന് പറഞ്ഞ സോങ് ആണ്. അപ്പോൾ ബിൻഹ, ഈ പാട്ട് നമുക്ക് അത്ര സുപരിചിതമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ ഉണ്ടോ? എനിക്കിഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ ഹോളി ബീറ്റ്സിൻ്റെ വേദിയിൽ എന്തെങ്കിലും പാടണം എന്ന് ആഗ്രഹമുള്ളൊരു പാട്ടായിരുന്നു അത്. ഓക്കെ, അപ്പോൾ പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വചനമാംസമായ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആത്മദാഹമാണ് ബിൻഹയുടെ ഈ ഗാനം. നിത്യേന വചനം വായിക്കുവാനും ആ വചനത്തിൽ ജീവിക്കുവാനും ആ വചനം പാലിക്കുവാനും സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഉണരുമീ ആത്മതാപം അറിയുമെന്നീശുനാഥ, മനസ്സിൽ നീ പകരണേ വചനമായാശാനാളം. ഉണരുമീ ആത്മതാപം അറിയുമെന്നീശുനാഥ, മനസ്സിൽ നീ പകരണേ വചനമായാശാനാളം. ഉണരുമീ ആത്മതാപം.
വചനമായ ആശാനാളം ഉണരുമേ ആത്മദാഹം. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ഗാനം ആലപിക്കാൻ എത്തുന്നത് ജോബിൻ ജോസ് ആണ്. ജോബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹായ് ജോബിൻ. ഹലോ. ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ ഇത് എത്രാമത്തെ തവണയാണ് ജോബിൻ വരുന്നത്? ഒരു നാലാമത്തെ തവണയാണ്. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്ന് ഏത് പാട്ടായിട്ടാണ് ജോബിൻ ഇവിടെ എത്തിയിരിക്കുന്നത്? കെസ്റ്റർ ചേട്ടന്റെ കണ്ടുപോന്നി എന്നെ ഈ തിരുവോസ്തിയിൽ എന്ന് പറഞ്ഞ സോങ്ങാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ ഇത്? അതെ. പ്രത്യേകിച്ച് കെസ്റ്ററിന്റെ പാട്ടാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണല്ലേ? ഓക്കെ, അപ്പോൾ പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ദിവ്യനാഥനെ സ്മരിച്ചുകൊണ്ട് കണ്ടുപോ എന്നെ നീ ഈ തിരുവോസ്തിയിൽ എന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ, നുകർന്നുവോ നീ എന്നെ ഈ തിരുരക്തത്തിൽ, ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ, തീർത്തു ഞാൻ ഈ കുർബാന നിനക്കായി. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ, നുകർന്നുവോ നീ എന്നെ ഈ തിരുരക്തത്തിൽ, ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ, തീർത്തു ഞാൻ ഈ കുർബാന നിനക്കായി. സഹിച്ചു പീഡനങ്ങൾ നിനക്കായി കൊണ്ടു ഞാനടികൾ, നിനക്കായി എനിക്കു വേണ്ടത് നിന്നെ മാത്രം എൻ്റെ സ്നേഹിതനേ. അപ്പമായി ഞാൻ വന്ന നേരം നിന്റെ ഉള്ളിൽ പാപമോ, നിന്റെ ഹൃദയം എന്നിൽ നിന്നും ദൂരെ മാറി നിൽക്കയോ, നിനക്കായി ഞാൻ നോടെ തീർത്ത ബലിയല്ലേ, അനുരഞ്ജന കൂദാശയാ സ്വീകരിക്കൂ എന്നെ നീ, നിനക്കായി ഞാൻ നോടെ തീർത്ത ബലിയല്ലേ, അനുരഞ്ജന കൂദാശയാ സ്വീകരിക്കൂ എന്നെ നീ. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ, നുകർന്നുവോ നീ എന്നെ ഈ തിരുരക്തത്തിൽ,
രക്തത്തിൽ ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ തീർത്തു ഞാൻ ഈ കുർബാന നിനക്കായി. ബലിവേദിയിൽ നിൽക്കും നേരം സോദരനോടു ദ്വേഷമോ തെറ്റുകൾ നീ പൊറുത്തുകൊണ്ട് പൊറുതിക്കായി നീ പോകുമോ? കുരിശിലൻ വൈരികളോടാ ക്ഷമിച്ചതുപോലെ നീയും നിന്റെ വൈരികളോടാ ക്ഷമ ചൊല്ലി വന്നിടൂ. കുരിശിലൻ വൈരികളോടാ ക്ഷമിച്ചതുപോലെ നീയും നിന്റെ വൈരികളോടാ ക്ഷമ ചൊല്ലി വന്നിടൂ. കണ്ടുവോ നീ എന്നെ ഈ തിരുവോസ്തിയിൽ നുകർന്നുവോ നീ എന്നെ ഈ തിരുരക്തത്തിൽ ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ തീർത്തു ഞാൻ ഈ കുർബാന നിനക്കായി. സഹിച്ചു പീഡനങ്ങൾ നിനക്കായി കൊണ്ടു ഞാനടികൾ നിനക്കായി. എനിക്കു വേണ്ടത് നിന്നെ മാത്രം എൻ്റെ സ്നേഹിതനേ, എൻ്റെ സ്നേഹിതനേ. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാന പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു പാട്ട് പാടാനായിട്ട് 3 കൊച്ചു മിടുക്കികൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ദ സിംഗേഴ്സ്. ഹായ് ഓൾ. 3 പേര് നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ആദ്യം തന്നെ നിങ്ങളുടെ പേരൊന്ന് പറയാം. എൻ്റെ പേര് ഷാരോൺ സെസ്ലിൻ ജോസഫ്. ഞാൻ എറണാകുളം കലൂരിൽ നിന്ന് വരും. എൻ്റെ പേര് അബിത. ഞാൻ എറണാകുളം വരാപ്പുഴയിൽ നിന്ന് വരും. എൻ്റെ പേര് മീട്ടു. ഞാൻ എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന്. ഓക്കെ, അടിപൊളി. ഇന്ന് ഏത് പാട്ടാണ് നിങ്ങൾ ഇവിടെ പാടുന്നത്? മനമേ പക്ഷിഗണങ്ങൾ. ഓ, അടിപൊളി. അപ്പോൾ കുറച്ചൊരു പഴയ പാട്ടാണല്ലേ അത്? ഓക്കെ. ഒപ്പം തന്നെ നമ്മുടെ ഷാലോം ടെലിവിഷനിൽ സംരക്ഷണം ചെയ്ത മറിയം ത്രേസ്യ എന്ന സീരിയലിലെ ഒരു പ്രശസ്ത ഗാനം കൂടിയാണിത്. അപ്പോൾ ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്നാണോ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തത്? അതെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം.
ബീറ്റ്സിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇതാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദൈവിക അനുഭവങ്ങൾ പകരുന്ന, ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന മനോഹരമായ ഗാനങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ സമയം ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. Thank you so much for watching and stay tuned to Holy Beats.